ഹലോ ഹായ് മച്ചാമാരെ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓലക്കുട്ടനെ പറ്റിയാണ്. ഇപ്പോൾ ഏകദേശം 2900 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ചൊക്കെ പോയിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ അത് നമ്മൾ ക്ലെയിം ചെയ്യാനായിട്ട് കമ്പനിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ പറയാനാണ് ഇപ്പോൾ ഞാൻ വന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ ഉള്ളിലൊരു ബട്ടൺ ഉണ്ടായിരുന്നു. ഈ ബട്ടൺ ഇപ്പോൾ അവിടെ നിന്ന് പോയി. ഇതിപ്പോൾ ഉള്ളിൽ ഞെക്കി കഴിഞ്ഞാൽ അങ്ങനെ ഞെങ്ങിയിരിക്കും, ഉള്ളിലോട്ട് ഞെങ്ങിയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇൻഡിക്കേറ്റർ ചില സമയത്ത് വർക്ക് ചെയ്യും, ചില സമയത്ത് വർക്ക് ചെയ്യില്ല. ഞങ്ങളുടെ സെറ്റപ്പാണ്. അപ്പോൾ ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വാറണ്ടിയിൽ മാറ്റിത്തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് 6-ാം തീയതി ആട്ടോ ഞാൻ ബുക്ക് ചെയ്തത്. 6-ാം തീയതി ബുക്ക് ചെയ്തിട്ട് വണ്ടി പാർട്സ് വന്നത് മിനിഞ്ഞാന്നാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് ഇത് കണ്ടോ, അപ്പോൾ 2937 കിലോമീറ്റർ ഇത്രയുണ്ട് ഇപ്പോൾ കിലോമീറ്റർ വണ്ടി ഓടിക്ക്. അപ്പോൾ ഞാൻ വണ്ടിയും കൊണ്ട് ഓലയുടെ ഷോറൂമിൽ നിന്ന് വിളിച്ചെന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇൻഡിക്കേറ്റർ സ്വിച്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് അവരൊരു 11 മണിക്കായപ്പോഴാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് വരില്ല, നാളെ വരാം, നാളെ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നലെ പോയി MG റോട്ടിൽ ഇവിടെ തൃശ്ശൂർ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയാണ് അവിടുത്തെ ടെക്നീഷ്യൻ ഇല്ലയെന്ന് പറഞ്ഞു. എന്നെ വിളിച്ച ടെക്നീഷ്യൻ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ വേറെ ടെക്നീഷ്യന്മാരുണ്ടല്ലോ, എനിക്ക് ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ സ്വിച്ച് മാത്രമേ ഉള്ളൂ, അതൊന്ന് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കുന്ന പുള്ളി പറഞ്ഞു അത് എവിടെയാണെന്ന് അറിയില്ല, പുള്ളിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പുള്ളിനെ വിളിച്ച് വെച്ചാൽ പോരെ, സംഭവം അറിയാലോ എന്ന്. അപ്പോൾ അവർ പറയണത് സ്വിച്ച് ആൾക്ക് കറക്റ്റ് അറിയുള്ളൂ, നമ്മൾ ഇവിടുന്ന് വേറെ ഒരെണ്ണം എടുത്ത് വെച്ച് തന്നിട്ട് അത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായി അത് പണിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ടെക്നീഷ്യനെ എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചു. എന്നെ ഇന്നലെ പുള്ളി വിളിച്ചതാണല്ലോ. അപ്പോൾ ഞാൻ ആളെ വിളിച്ച് കാര്യം പറയാമെന്ന് വെച്ചപ്പോൾ പുള്ളി ജമ്മുണ്ടെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ആ പുള്ളി പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പനിയാണല്ലോ, ജസ്റ്റ് സ്വിച്ച് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെച്ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞ് എനിക്ക് പോകാവുന്ന കാര്യമുള്ളൂ. ആ പുള്ളിയാണെങ്കിൽ ഫോൺ എടുക്കണില്ല. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, ഇവിടെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, ഈ ഓല S1X അതിനും പിന്നെ 1-2 വണ്ടികൾക്ക് മാത്രമേ അതുപോലെ സ്വിച്ച് വരണുള്ളൂ, ബാക്കിയൊക്കെ S1 Pro അതിനൊക്കെ ബട്ടൺ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അത് മാറാനും വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അവർക്ക് സ്വിച്ചാണ് എവിടെയാണെന്ന് അറിയില്ല, ആരാണോ വണ്ടി അറ്റൻഡ് ചെയ്തതെന്ന് അവരാണത് സെറ്റ് ചെയ്ത് തരുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ വരുന്നത് നോക്കി നമുക്ക് ഇരിക്കാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ അന്നത്തെ ദിവസം ലീവ് എടുത്തിട്ട് അവിടേക്ക് ചെല്ലണത് വണ്ടി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഇവിടുത്തെ സൈഡിൽ അപ്പുറത്തെ സൈഡിലത് ആ സ്വിച്ച് മാറ്റുന്നു, പുതിയത് വയ്ക്കുന്നു. സാധാരണ ബൈക്കിൻ്റെ പോലെ തന്നെ വലിയ പണിയൊന്നും ഇല്ല. അത് അവരും പറഞ്ഞു ഇത് വലിയ പണിയൊന്നുമില്ല, അധികം നേരം പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ സംഭവം ഇതാണ്, അവിടെ ആ പുള്ളി ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തേക്കാവുന്നുണ്ട്. ഇന്ന് ഞാൻ അറ്റൻഡ് ചെയ്ത വണ്ടി ഞാൻ തന്നെ ശരിയാക്കുള്ളൂ എന്നുള്ളൊരു സെറ്റപ്പിലാണ്. അപ്പോൾ ഇതെനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നിയില്ല. കാരണം ഇപ്പോൾ ഇന്ന് ഞാൻ പോയില്ല, കാരണം ഇന്ന് എനിക്ക് വേറെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാരണം പോയില്ല. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളെ ഞാൻ ആദ്യം വിളിച്ച് ചോദിക്കണം ആ ടെക്നീഷ്യൻ അവിടെ ഉണ്ടോ, ആളുണ്ടെങ്കിൽ ഞാൻ വന്നോട്ടെ, അങ്ങനെ ചോദിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഓലയിൽ. ഇത് വേറെ ഇഷ്ടംപോലെ ബൈക്കിൻ്റെ ഷോറൂം, കാറിൻ്റെ ഷോറൂം ഒക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോഴും ഒരു ടെക്നീഷ്യൻ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ടെക്നീഷ്യൻ വന്ന് വണ്ടി ശരിയാക്കി തരാറാണ് പതിവ്. ഓലയിൽ ഇപ്പോൾ ഒരു നല്ലൊരു സെറ്റപ്പാണ്. ഇത് എല്ലാവരുടെയും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ ഓല യൂസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂ കേട്ടോ.